ഈ കാട്ടിലെ വഴികളൊക്കെ തനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. ഫാം ഹൗസിലേക്ക് ഈ വഴിക്കല്ലേ പോയത്, ആ ഓർമ്മയുണ്ട്. ഓ ലൈക്ക് ദാറ്റ്. അല്ല, ഈ GPS ഉള്ളതുകൊണ്ട് ഞാനൊക്കെ വഴികളൊന്നും അങ്ങനെ ഓർത്ത് വെക്കാറില്ല. ഞാനൊന്നും മറക്കില്ല, എല്ലാം ഞാൻ ഓർത്ത് വെക്കും. റിയലി? അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്ന് കരുതിയിരിക്കണമല്ലോ. ആ, നിന്റെ നുണയൊന്നും എന്റെ മുന്നിൽ വില പോവില്ല. ലിസൺ, നീ അറിഞ്ഞോണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ നുണയനാക്കുന്നുണ്ട്. ഡോണ്ട് മൈൻഡ്. നുണയൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നതല്ലേ. സോ ടെൽ മീ, നിന്റെ നുണ എന്താ? വാട്ട്സ് യുവർ ലൈ? എനിക്കെന്തോ വല്ലാത്ത ദാഹം തോന്നുന്നു, എന്റെ തൊണ്ട വരളുകയാ. ഇത് നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ? സോറി, ഇതിനകത്ത് വെള്ളമില്ലല്ലോ. ഇനി ഈ സമയത്ത് വെള്ളം സംഘടിപ്പിക്കാൻ ലെറ്റ് മീ ചെക്ക് ദ ഡിക്കി. ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ത്? വെള്ളം. ഇവിടെ അടുത്തൊരു അരുവിയുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഏയ് ലിസൺ, ഞാനും വരുന്നു. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, നീ ഇവിടെ ഇരിക്കെ. ബട്ട് ഹലോ, ആകാശ്, ആകാശ്, എന്താ വൈശാലി, എന്താ പറ്റിയത്? എന്താ വൈശാലി? ആകാശ്, എന്തു പറ്റി? ദേവ് ഫാം ഹൗസിലുണ്ട്. ദേവ് ഒരു ഫംഗ്ഷനിലാണ്. എന്റെ ഭഗവാനെ, ഞാൻ അരുതെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കൻ. ആകാശ്, അതാ ഹോമം പൂർത്തിയാവാഞ്ഞത്. ആകാശ്, ഇനിയിപ്പോ എന്താ ചെയ്യാം? നമുക്ക് ചെയ്യാം. അവര് ഫാം ഹൗസിലാ. ദേവിന് എന്താ ആപത്ത് വരാൻ പോകുന്നു, അതാ അവനവിടെ വന്നത്. എനിക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം. ചേച്ചി കൊണ്ടുപോകുന്നേ. വൈശാലി, ദേവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ പിന്നാലെ ഉള്ളതാ നക്ഷത്രത്തിന്റെ ആയില നക്ഷത്രത്തിന്റെ ദോഷമുണ്ട് അവന്. തിരുമേനി, തിരുമേനി, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ദേവനെ രക്ഷിക്കാൻ എന്തോ ഒന്ന് ഉണ്ടെന്ന്? അത് മന്ത്രം ജപിച്ച വിഭൂതിയാണ്. പ്ലീസ്, എനിക്ക് ആ വിഭൂതി തരൂ. എന്തെങ്കിലും അനർത്ഥം സംഭവിക്കും മുൻപ് അവനെ രക്ഷിക്കണം. വേഗം വേണം. എന്റെ ഭഗവാൻ, എന്റെ മോനെ അങ്ങ് രക്ഷിക്കണേ.
എന്റെ മഹാദേവ, എന്റെ ദേവനെ അങ്ങ് രക്ഷിക്കണേ. എന്റെ ഭഗവാനെ, അവനൊരു ആപത്തും വരുത്തല്ലേ. മുത്തശ്ശി, ഒന്നും തോന്നല്ലേ. ഇനി ഈ പ്രാർത്ഥന കൊണ്ട് ഒന്നും ശരിയാവും തോന്നില്ല. സംഭവിക്കുന്നതിനെല്ലാം മുത്തശ്ശി തന്നെയാ കാരണം. ദേവനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു. എല്ലാം മുത്തശ്ശിയുടെ കുഴപ്പം കൊണ്ടുണ്ടായതാ. അല്ല, ഞാൻ എപ്പോഴാ ദേവനെ വിളിച്ചത് മോളെ? മുത്തശ്ശി നേരിട്ടല്ല, മുത്തശ്ശിയുടെ കണ്ണീരല്ല അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെ. അന്ന് വളരെ സങ്കടത്തോടെ അവനോട് ഫോണിൽ സംസാരിച്ചില്ലേ, അതെന്തിനായിരുന്നു? ആകാശ്, ദേവൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ ആകെ ആദ്യ പിടിച്ചിരിക്കുക. എനിക്ക് ദേവൻ എത്രയും പെട്ടെന്ന് കാണണം. എന്റെ ഭഗവാനെ, ആദ്യം ഹോമം പാതിയിൽ നിന്നു. ഇപ്പൊ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വൈശാലി ചേച്ചി, ഞാൻ അമ്പലത്തിലേക്ക് പോവുക. ഇന്ന് ദേവന്റെ ഗൃഹസ്ഥിതിയിൽ ദോഷമുള്ള ദിവസാ. കേട്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ. എന്റെ വൈശാലി, ഒന്നും പറ്റില്ല. ദേവനൊരു ആപത്തും സംഭവിക്കില്ല. തിരുമേനി, ഞാൻ വരാം നിങ്ങളുടെ കൂടെ. വന്നോളൂ. നിൽക്ക് ആകാശ്, ഞാനും വരാം നിന്റെ കൂടെ. വരൂ വരൂ. ഞാനും വന്നാലോ? മുത്തശ്ശി തനിച്ച് പോണ്ട. അവള് തിരിച്ചെത്തി. ആ ഇച്ഛാധാരി നാഗകന്യക എത്തി. അതെങ്ങനെ പിന്നെ? അത് ശരിയാ ചേച്ചി. അത്ര വലിയ ആപത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചേച്ചി ഇങ്ങനെ പേടിക്കാൻ മാത്രം ആണോ? എന്തെങ്കിലും ആപത്തുണ്ടാവുന്നത് വരെ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കണം എന്നാണോ? അതല്ല ഞാൻ. എന്റെ മോൻ ദേവ്, ഞാനും പോന്നു. ഞാൻ എന്റെ മോന്റെ അടുത്തേക്ക് പോവാ. അവനെ രക്ഷിക്കാൻ പോവാ. എന്റെ മഹാദേവ, എന്റെ ദേവനെ നീ തന്നെ രക്ഷിക്കണേ. എന്റെ ഭഗവാനെ, എന്റെ ദേവൻ ഒരു ആപത്തും പറ്റാതെ വീട്ടിലെത്താൻ കനിയണേ. കൊറേ കൊല്ലം മുമ്പ് ഇവര് ഈ നാഗങ്ങളെ കൊന്നതല്ലേ? പതുക്കെ. അന്ന് ആ നാഗങ്ങളെ ഇവര് കൊന്നത് തെറ്റായിരുന്നില്ലേ? തെറ്റല്ല, ആവശ്യമുള്ള കാര്യമായിരുന്നു. തെറ്റാണെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കൂ. അതെന്തായിരുന്നാലും ഹോമം മുടങ്ങി പോയില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് തെറ്റാണെന്ന് ഇവർക്കറിയാമോ? അത് തെറ്റ് തന്നല്ലേ? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? ദേ ഒന്ന് നിന്നേ. അല്ല, അന്നത്തെ ഇച്ഛാധാരി നാഗകന്യയ്ക്ക് ഒരു മകള് ജനിച്ചിരുന്നെങ്കിൽ അവളിപ്പോ വളർന്നു വലുതായിട്ടുണ്ടാവും. വൈശാലി ചേച്ചി, എന്റെ ഭഗവാനെ, പ്ലീസ് ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കണ്ണനും ഉണ്ടായിരിക്കണേ. ഇല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം ആപത്താ. Get out! എടാ രോഹൻ, അതൊക്കെ പിന്നെ ചെയ്യാതൊക്കെ. നീ ആദ്യം ഇത് പറ, നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു? അത് തന്നെ, നിങ്ങൾക്ക് ഒറ്റ ഒരെണ്ണത്തിന് ബോധമില്ലേ? ഒന്ന് ഫോൺ ചെയ്ത് പറയാൻ പറ്റില്ലായിരുന്നോ? ഏയ് രാജേഷ് അങ്കിൾ, ചൂടാവാതെ, ഞങ്ങൾക്ക് എത്തിയില്ലേ? വൈശാലി ചേച്ചിക്ക് ഫോൺ ചെയ്തിട്ട് ഇവരെത്തിയെന്ന് പറയും. ഒരു സെക്കൻഡ്. ഗീതാഞ്ജലി, ദേവനപ്പ വന്നില്ല. ഡാഡ്, അവൻ വൃന്ദയും നയൻതാരയും കാത്തു നിന്നതാ, അതുകൊണ്ടാ അവൻ വരാത്തത്. എന്റെ ഭഗവാനെ, പിള്ളേരെല്ലാം വീട്ടിലെത്തി. ഈ ദേവ് എന്താ വരാത്തത്? അവൻ എവിടെയാണോ ആവോ? അമ്മ എന്നോട് ക്ഷമിക്കണോ അമ്മേ?
ഇതൊക്കെ എങ്ങനെയുണ്ടായെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. നമ്മുടെ ആക്രമണം എങ്ങനെ ഫലിക്കാതെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വർഷങ്ങളായിട്ട് പാലക്കൽ കുടുംബത്തിന്റെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചു വന്നതായിരുന്നു. നമുക്ക് വളരെ വലിയ അബദ്ധമാണ് പറ്റിയതമ്മേ. ആ കുടുംബത്തിൽ ഒരു ഇച്ഛാധാരി നാഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയത് എങ്ങനെയാ? അത് മറ്റാരുമല്ല, ദേവനാ. അതെങ്ങനെയാ ഞാൻ അറിയാതെ പോയതമ്മേ? എനിക്ക് ഇത്ര വലിയൊരു ഇത് നിന്റെ തെറ്റൊന്നുമല്ല മോളെ. തെറ്റൊരു പക്ഷെ എന്റേതായിരിക്കാം. ഞാൻ അവരെയെല്ലാം നിരീക്ഷിക്കേണ്ടതായിരുന്നു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അമ്മേ, ആ കുടുംബത്തിലെ ആളുകൾ ഇത് ചെയ്തത് എങ്ങനെയാ? ആ ദേവൻ ഇച്ഛാധാരി നാഗമായത് എങ്ങനെയാണ്? ആ നാഗം മറ്റാരെങ്കിലും ആയിരിക്കുമോ? അല്ല, ദേവന്റെ സഹോദരങ്ങളെല്ലാം അവിടുന്ന് പോയിരുന്നു. ആ നാഗം അപ്പോൾ ദേവൻ വീണ കൊക്കയിൽ നിന്ന് ഇഴഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അമ്മേ, ആ നാഗത്തിന് അമ്മയ്ക്ക് പരിചയമുള്ളതായിട്ട് തോന്നി. അമ്മ നാഗലോകത്തിലെ സകല നാഗങ്ങളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് ആ നാഗങ്ങളെ എല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. അവരിൽ ആരെങ്കിലും ആണോ? അപ്പോ അതിന്റെ അർത്ഥം പാലക്കൽ കുടുംബത്തിന്റെ പക്കൽ നാഗലോകത്തിലെ ഏറ്റവും വലിയ ശക്തി വന്നിരിക്കുന്നു എന്നാണ്. എന്താ ഉദ്ദേശിച്ചത്? നാഗമാണിക്കണോ? ദേവ് വീട്ടിലെത്തഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ. നീ എവിടെയായിരുന്നു? ഞാൻ വെള്ളം എടുക്കാൻ പോയതായിരുന്നു. തിരികെ വന്നപ്പോ ദേവനെ ഇവിടെ കണ്ടില്ല. 1 മണിക്കൂർ ഞാൻ ദേവനെ അന്വേഷിക്കായിരുന്നു. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കും. ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോ എന്റെ സംശയം ശരിയായിരുന്നു. ദേവൻ സ്വയം രൂപം മാറാൻ കഴിവുള്ളൊരു നാഗമാണ്. അതുകൊണ്ടാണ് അവന്റെ കഴുത്തിൽ ആ ചിഹ്നമുള്ളത്, ഫണത്തിന്റെ. ആകാശേട്ടാ, ദേ നോക്കിയേ, ദേവൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവനൊന്നും പറ്റിയിട്ടില്ല. നന്ദി എന്റെ മഹാദേവ. മഹാദേവ, നിനക്കൊരായിരം നന്ദിയുണ്ട്. എഴുന്നേക്കൂ അമ്മേ, എഴുന്നേക്കൂ. വരൂ അമ്മേ, വരൂ. അല്ല വൃന്ദ, അവൾ എവിടെ? അവളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ടമ്മേ. അവൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. അമ്മ ഇപ്പൊ വീട്ടിലേക്ക് ചെല്ല്. അവൾ അവിടെ തന്നെ ഉണ്ടാവും. ശരി ശരി, വരൂ അമ്മേ, പോവാം. എവിടെയുണ്ടാവുന്ന? അതിന് നിങ്ങൾക്കറിയാവോ വൃന്ദ എവിടാന്ന്? അവൾ എപ്പോ നോക്കിയാലും ദേവൻ ദേവൻ എന്ന് പറഞ്ഞ് നടക്കല്ലേ. എന്റെ മോളെ കുറിച്ച് ഇവിടെ ആർക്കും ഒരു ചിന്തയില്ല. സരോജിനി, അമ്മ നമ്മുടെ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അമ്മ നമ്മളെ മോളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതിപ്പോ നീ കണ്ടതല്ലായിരുന്നു? ഞാനെല്ലാം കണ്ടതാ. മുത്തശ്ശി ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാത്തെ. ആ വീട്ടുകാരെന്റെ മോളോട് പെരുമാറുന്ന വെച്ച് നോക്കിയാലുണ്ടല്ലോ ഞെക്കി കൊല്ലാൻ എനിക്ക് തോന്നുന്നേ. ഒരു മിനിറ്റ്, രഞ്ജിത്ത് വിളിക്കുന്നുണ്ട്. പറയുമല്ലേ? ശരി ശരി, നന്നായി. അവൻ എന്താ പറഞ്ഞേ? വൃന്ദ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് മുറിവിനേക്കാളും മറ്റെന്തോ ആഘാതം ഏറ്റിട്ടുണ്ടെന്ന്. ഏട്ടാ, ഏട്ടാ, അയ്യോ ഓക്കെ. കണ്ടില്ലേ നിന്റെ ചേട്ടന്റെ അവസ്ഥ? നിന്നോട് പറഞ്ഞതല്ലേ ചേട്ടനെ നോക്കണമെന്ന്, നിഴല് പോലെ കൂടെ ഉണ്ടാവണമെന്ന്. പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞതല്ലേ? എന്തിനാ കൊണ്ടുവന്നത്? ഞാനല്ല ഏട്ടനെ കൊണ്ടുവന്നത്. ഇൻഫാക്ട് ഏട്ടൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഏട്ടൻ നിങ്ങൾ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും മുത്തശ്ശിയുടെ ബർത്ത്ഡേ മിസ് ചെയ്യില്ലാന്ന്. എന്താ പറ്റിയേ? ആരാ നിന്നെ ഉപദ്രവിച്ചേ? എന്നോട് പറ. ഞാൻ അവരെ എന്നെ ആരും ഉപദ്രവിച്ചതല്ല എന്റെ അമ്മേ. ആ ഫാം ഹൗസിന്റെ ഡോർ ലോക്കായതാ, ജാമായി പോയതാ. തള്ളി തുറന്നിട്ടും അത് തുറക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മേ, ഞാൻ ജനലിൽ കൂടി ചാടിയപ്പോ താഴെ വീണതാ. നീ ഒരിക്കലും നന്നാവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. നീ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ചെന്ന് ചാടിക്കോളും. ഓരോ കുരുക്കിലും ചെന്ന് ചാടിക്കോളും. എല്ലാം എടുത്ത് തലയിലോട്ട് വെച്ചോളൂ. എനിക്കറിയാം എല്ലാവരോടും ഉറങ്ങിയിരുന്നപ്പോ നീ കാവൽക്കാരിയെ അവിടെ നിന്നിട്ടുണ്ടാവുമെന്ന്. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് നിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണമെന്ന്. നിന്റെ കല്യാണം അടുത്ത് വരും, അത് നീ ഓർത്തോണം. വാ, ഇവിടെ വാ, എഴുന്നേറ്റേ. ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. വാ, നോക്ക്. കണ്ണിന് ചുറ്റും കറുത്തിനിട്ടിരിക്കുന്നത് കണ്ടോ നീ? നോക്ക്. ആ ശരിയമ്മേ,
എന്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനേക്കാളും ഉണ്ട് ഈ ഡാർക്ക് സർക്കിൾ. ഉരുളക്കിഴങ്ങ് വെച്ചാ പോരെ, സ്ലൈസ് ആയിട്ട്. തമാശ കളിക്കാൻ നീ എന്നോട്? എടി, കുറച്ചെങ്കിലും വിവരമുണ്ടോ നിനക്ക്? നിനക്കറിയോ എത്ര നേരമായി രഞ്ജിത്ത് നിന്നെ കാത്തിരിക്കുകയാണ്? കുറച്ചെങ്കിലും നേരത്തെ നിനക്ക് വന്നൂടായിരുന്നോ? എങ്ങനെ വരാൻ പറ്റും? ഞാൻ മുത്തശ്ശിക്ക് വേണ്ടിയല്ലേ പോയത്. ഇന്ന് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അമ്പലത്തിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ വല്യമ്മ എന്നെ... എന്റെ കൃഷ്ണ, ഈ കുട്ടി ഒരിക്കലും നന്നാവില്ല. നന്നാവും. അത് പിന്നെ ചായ, ഞാൻ ചായ ഉണ്ടായിക്കൊണ്ട് വരാം. കോഫി ഉണ്ടാക്കട്ടെ? അത് വേണ്ട, നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അയ്യോ, അമ്മ ഇതെവിടെ പോന്നു? ബാക്കിയും കൂടെ പറ, ഞാനൊന്ന് കേക്കട്ടെ. രഞ്ജിത്ത് ഒന്ന് പോയിക്കോട്ടെ, അത് കഴിഞ്ഞ് നിനക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. ശരി, എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഇപ്പൊ വരാം. താങ്ക് ഗോഡ്, നീ എന്നെ രക്ഷിച്ചു. I know. So, നല്ല ചൂട് കോഫി. You must be tired. താൻ ദേവനെ കണ്ടായിരുന്നു? ഞാൻ അവനെ കണ്ടു, പക്ഷെ വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. ആന്റി, ദേവനിപ്പോ എങ്ങനെയുണ്ട്? ഇതുവരെ ബോധം വീണിട്ടില്ല. ഉടനെ ബോധം വീഴുന്ന ഡോക്ടർ പറഞ്ഞത്. നയൻ, താങ്ക് യു സോ മച്ച് മോളെ. നീ ദേവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അവൻ ഈ ഗതിലായത്. എന്താ? I felt terrible, ആന്റി. ഇതെല്ലാം ഞാൻ കാരണമല്ലേ സംഭവിച്ചത്. ഞാൻ ഇവനെ ഒറ്റയ്ക്കാക്കാൻ പാടില്ലായിരുന്നു, എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഐ എം റിയലി സോറി, ആന്റി. ദേവ, ഈശ്വരനോട് ഒരുപാട് നന്ദിയുണ്ട്. I'm fine. Hi. അമ്മേ, I am fine. എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? I am okay. Come on guys, എത്ര നാൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നേ? എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കില്ലേ? മാനസ് എവിടെ? അവൻ കനികയുടെ കൂടെയുണ്ട്. അവളുടെ കാര്യം വിട്, നിന്റെ കാര്യം നോക്ക്. ബോധം പോയത് എങ്ങനെയാ? നത്തിങ് ഹാപ്പൻഡ്. അമ്മ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ കണ്ടില്ലേ? ഐ എം ഫൈൻ. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നോട് സത്യം പറ, നീ എന്താ കണ്ടത്? ഒന്നും കണ്ടില്ല. എന്ത് കാണാനാ? ഏതെങ്കിലും വലിയ നാഗം പോലെ ഉള്ളത്? ഇല്ല അമ്മേ, ഞാൻ അങ്ങനെ നാഗം പോലെയുള്ള ഒന്നിനെയും കണ്ടില്ല. അതൊക്കെ ശരി. ലിസൺ, ഐ ടെൽ. എന്താ സംഭവിച്ചെന്ന് പറയാം. കാറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. കാർ ഒന്ന് സ്കിഡ് ചെയ്തു, ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ കാറിൽ നിന്ന് പുറത്തേക്ക് വീണു. എന്റെ ഈ ചെറിയ മുറിവുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കായിരുന്നു. അങ്ങനെ പറ്റിയതാ ഈ മുറിവുകളൊക്കെ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. ഐ എം ഫൈൻ. സി, ലുക്ക് അറ്റ് മീ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു കാര്യമല്ലേ? പിന്നെ ഗൈസ്, നിങ്ങൾ എനിക്ക് എന്താ സെർവ് ചെയ്ത്? വി ആർ മലയാളിസ് ബ്രോ, ഞങ്ങൾ സെർവ് ചെയ്യാറില്ല. വെരി ഫൈൻ. ഏയ്, യു ഓക്കെ? വാട്ട്? ഓക്കെ ഫൈൻ, ഐ ഗിവ് അപ്പ്. ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാൻ കാട്ടിലായിരുന്നില്ലേ, അപ്പൊ അവിടെ ഏതോ ഭയാനകമായ വന്യമൃഗം എന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പുലിയോ കടുവയൊക്കെ പോലെ എന്തോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നതല്ലേ, എന്നെ വെൽക്കം ചെയ്യാൻ വന്നതായിരിക്കും. മോം, കം ഓൺ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഐ എം ഫിറ്റ് ആൻഡ് ഫൈൻ. സീ, ലുക്ക് അറ്റ് മീ.